നമസ്കാരം. ഞാൻ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ വൈദ്യരാണ്. 45 കൊല്ലത്തെ പാരമ്പര്യമായിട്ടുള്ള ചികിത്സയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഇത്രയും കാലഘട്ടത്തിൽ അനേക ആളുടെ സൈനസൈറ്റിസ് മാറ്റി കൊടുത്ത ഒരു ചരിത്രമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സ്ഥാപനം നെടുമ്പോയിലാണ്. അതിൻ്റെ ഫോൺ നമ്പറും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്നെ വിളിച്ച് ഈ വിവരം അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ നാട്ടിലോ ഉണ്ടെങ്കിലും, ഈ സൈനസൈറ്റിസിൻ്റെ എല്ലാവിധ ചികിത്സകളും എൻ്റെ അടുത്തുണ്ട്. നിങ്ങളന്ന് വന്ന് ബന്ധപ്പെടുക. സൈനസൈറ്റിസിൻ്റെ കാരണം ഉണ്ടാകുന്ന പല ആൾക്കും ഈ മൈഗ്രെയിനും ഇതുമായിട്ട് ബന്ധമുള്ള രോഗമാണ്. ഈ ബന്ധമുള്ള രോഗമെന്ന് വെച്ചാൽ കൂടുതൽ അമിതമായ ശരീരം ചൂടാകുന്ന ആൾക്ക് ഈ രോഗം കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇതിന് പച്ചമരുന്ന് കൊണ്ട് തീർത്തും ഭേദമാക്കുന്ന ഒരു കടമയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആരെങ്കിലും നാട്ടിൽ ആർക്കും ഈയൊരു രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കേവലം നിസാരം കൊണ്ട് മാറ്റുന്ന ഒരു മരുന്നാണ് നമ്മളേറ്റുള്ളത്. അത് മൂക്കിൽ പച്ചമരുന്ന് ഒഴിച്ചിട്ട് ആ രോഗം ഭേദമാക്കുന്നുണ്ട്. അതുപോലെ നെറ്റിക്ക് പഠിക്കുന്ന മരുന്നുണ്ട്. ആ നെറ്റിക്ക് പഠിക്കുന്ന മരുന്ന് ആ മരുന്ന് പാലിനകത്താക്കി നമുക്ക് നെറ്റിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ രോഗം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ശ്വാസം മുട്ടലുണ്ടാവും, മൂക്കിൽ ദശ വളരുന്നുണ്ടാവും. ഇതെല്ലാം ഇതിനോടനുബന്ധിച്ച ഒരു രോഗമാണത്. ആ രോഗത്തിന് തക്കതായ മരുന്ന് നമ്മളെ കയ്യിലുണ്ട്. ആ കയ്യിൽ കൊണ്ടാ വെച്ചാൽ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ആ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിസാരം പൈസ കൊണ്ട് നമ്മുടെ ആ രോഗം നമ്മൾ ഭേദമാക്കി കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഉറക്കളച്ചാൽ വരുന്നൊരു രോഗമാണ്. ഉറക്കളിച്ചാലും വേല് കൊണ്ടാലും നമുക്ക് ഈ രോഗം കൂടുതൽ മൂർച്ഛിക്കും. അതിന് നമ്മൾ കൊടുക്കുന്ന തലയിൽ വെക്കുന്ന തുളസിയാദി വെളിച്ചെണ്ണയാണ് തലയിൽ വെക്കാൻ കൊടുക്കുന്നത്. ആ തലയിൽ വെക്കാൻ കൊടുക്കുന്ന നീർക്കെട്ട് സംബന്ധമായ ഒരു രോഗം കൂടി അതിൻ്റെ ഞരമ്പിന് കഫക്കെട്ടടിയുന്നതാണ് കാരണം ഉണ്ടാകുന്നത്. അതിനെ തീർത്തും അലിപ്പിച്ച് കളയുന്നൊരു കൃതിയാണ് നമ്മളെ ഇതുള്ളത്. പച്ചമരുന്ന് മൂക്കിൽ ഒഴിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ കുടിക്കേണ്ട മരുന്നുണ്ട്. ഒരു 100% നമുക്ക് ഇത് ഭേദപ്പെടുത്താൻ പറ്റും. വെറുതെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് പല നാട്ടിലും പോയി പല ഡോക്ടർമാരെയും കണ്ട് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റേ ചെയ്യേണ്ട. നേതാരം നാച്ചുറലായിട്ടുള്ള പച്ചമരുന്ന് കൊണ്ട് ഈ രോഗത്തെ നമ്മൾ നിർവീര്യപ്പെടുത്തുന്നതാണ്. സൈനസൈറ്റിസിന് അങ്ങനത്തെ യാതൊരു പ്രായവുമില്ല. ഏത് 15 വയസ്സുള്ള കുട്ടികൾക്കും ഈ രോഗം വരാൻ സാധിക്കുന്നുണ്ട്. അതായത് രോഗം വരുമ്പോൾ ആദ്യക്ക് തലവേദന വരും, തലകറക്കം വരും, പിന്നെ ഛർദിക്കും, കൈകാല് കടച്ചൽ, ഇതെല്ലാം ഈ രോഗത്തിനുണ്ടാവും. അതിന് തക്കതായ പരിഹരിക്കുക എന്ന് വെച്ചാൽ ഇതിന് തുളസിയാദി വെളിച്ചെണ്ണയാണ് തലയിൽ തേക്കുന്നത്. അതിനുള്ള പച്ചമരുന്ന് മൂക്കിൽ ഒഴിക്കാനുണ്ട്. അതുപോലെ നെറ്റിക്ക് പഠിക്കാനുള്ള ഒരു മരുന്നുണ്ട്. അപ്പോൾ രോഗത്തിൻ്റെ എത്ര മൂർച്ചയുണ്ടോ അതിനനുസരിച്ചുള്ള മരുന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെറുതെ കൊട്ടു ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ചെയ്തോ മരുന്ന് മേടിച്ചോ അതിൻ്റെ കളയേണ്ട കാര്യമില്ല. നിസാരം പച്ചമരുന്ന് കൊണ്ട് മാറ്റാനുള്ളൊരു കൃതിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഇതാണ്. നമ്മൾ തലയിൽ വെക്കുന്ന എണ്ണ, സാധാരണ യൂസ് ചെയ്യുന്ന എണ്ണ മാറ്റിക്കൊള്ളുക. മൂക്കിൽ ഒഴിക്കാനുള്ള ഒരു പച്ചമരുന്നുണ്ട്. അത് 3 ദിവസം ഒഴിച്ച് കഴിഞ്ഞാൽ അവരുടെ ഏത് രോഗവും മാറ്റം കിട്ടുന്നതാണ്. അതിനായത് നമ്മളെ ഈ സൈനസൈറ്റിസിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്ന് വെച്ചാൽ നമ്മൾ തുളസിയാദി എണ്ണയാണ് തലയിൽ വെക്കുന്നത്. തുളസിയാദി എണ്ണ തലയിൽ വെക്കും. അതുപോലെ തന്നെ മൂക്കിൽ ഒഴിക്കാനുള്ളൊരു പച്ചമരുന്നുണ്ട്. ആ പച്ചമരുന്ന് മൂക്കിൽ ഒഴിക്കാനുണ്ട്. ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് രോഗത്തിൻ്റെ മൂർച്ച എത്രയുണ്ടോയെന്നനുസരിച്ചാൽ അരിഷ്ടങ്ങൾ കുടിക്കാനുണ്ട് അകത്ത്. ഇതിന് മുട്ടയും ഉണക്കമീനും മാത്രമാണ് ഇതിന് പഥ്യം. വേറെ ഏത് ഭക്ഷണം കഴിക്കുന്നതിനും കുഴപ്പമില്ല. ഇത്രയും പഥ്യമേ ഉള്ളൂ. പച്ചവെള്ളത്തിൽ കുടിക്കുകയോ പച്ചവെള്ളത്തിൽ കുളിക്കാതിരിക്കുകയോ ചെയ്യുക. ചൂടുവെള്ളത്തിൽ ഉപയോഗിക്കുക. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അരിഷ്ടങ്ങളുണ്ട്, മരുന്നുണ്ട്, എണ്ണയുണ്ട്. ഇതെല്ലാം ഈ കൂട്ടത്തിൽ യൂസ് ചെയ്യുന്നതാണ്. രോഗം എത്ര മൂർച്ചയുണ്ടോ ആ മൂർച്ച അനുസരിച്ചുള്ള മരുന്നാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് തീർത്തും രോഗം നമ്മൾ ഭേദമാക്കും. അത് കൂടുതൽ ചികിത്സ വേണ്ട. 1 മാസം കൊണ്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മൾ ചെയ്ത് പൂർണ്ണമായ 100% വിജയത്തിലെത്തിക്കും. ഇത് കൊടുക്കുന്ന മരുന്ന് ശ്വാസാമൃതം എന്ന് പറഞ്ഞൊരു ടോണിക്കാണ്. അതിനകത്ത് ശ്വാസാമൃതം 200 മില്ലി ഉണ്ടാകുക. 100 മില്ലി തിപ്പല്യാസവും 100 മില്ലി കനകാസവും കൂടി ചേർത്ത് മിക്സാക്കിയിട്ടാണ് ഈ അരിഷ്ടം അവർക്ക് കൊടുക്കുന്നത്. മൂക്കിൽ ഒഴിക്കാനുള്ള ഒരു പച്ചമരുന്നുണ്ട്. അത് പച്ചമരുന്ന് ഇങ്ങനെ മുയൽച്ചെവ്യനും പിന്നെ കീർനെല്ലിയും കൂടിയാണ് ഇതിന്
പിന്നെ മൂക്കിൽ വയ്ക്കുന്നത്. ഇത്രയും ഭാഗം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ രോഗം തീർത്തും ഭേദമാവും. തുളസിയാതി വെളിച്ചെണ്ണ തലയിൽ വെക്കുകയും ചെയ്യാം. അത് ഈ ഞരമ്പിനകത്ത് കഫക്കെട്ട് അടിയുന്നതാണ് മെയിൻ കാരണം ഉണ്ടാകുന്നത്. അപ്പം അത് പഴുത്തിട്ട് പഴുപ്പ് വാസനയും നമുക്കുണ്ടാകും. അപ്പോൾ അതിനാണ് മൂക്കിൽ നസ്യം ചെയ്യുന്നത്. മൂക്കിൽ നസ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് കഫവും പഴുത്തവും എല്ലാം നമുക്ക് നിഷ്പ്രയാസം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഇതറിയില്ല എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത്. അതുകൊണ്ട് കാരണങ്ങളൊന്നുമല്ല, മൂക്കിൽ നസ്യം ചെയ്യുക, തലയിൽ വെക്കുന്ന എണ്ണ വെക്കുക, അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ശാസ്താമൃതം ടോണിക്കും തിപ്പില്യാസവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് 100% അവർ രോഗം ഭേദമാക്കി. ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പിന്നെ കണ്ണിനും മൂക്കിനും ഉണ്ടാകുന്ന പഴുപ്പ്, ഉള്ളിൽ പഴുത്തിട്ട് ആ പഴുപ്പ് കൊണ്ടാണ് നമുക്ക് ഈ വേദന അനുഭവപ്പെടുന്നത്. അത് ശബ്ദം കേട്ടാലുണ്ടാവും, യാത്ര ചെയ്താലുണ്ടാവും, ഇങ്ങനെ പല കാരണവശാൽ തണുപ്പടിച്ച് കഴിഞ്ഞാലുണ്ടാവും. ആ തണുപ്പടിച്ച് മാറ്റുന്നതിൻ്റെ മെയിൻ കാരണം ഈ മരുന്ന് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. സൈനസൈറ്റിസിൻ്റെ പിന്നെ പഴകിപ്പോയ രോഗത്തിന് അത് തലച്ചോറ് പഴുപ്പ് വരാൻ സാധ്യതയുണ്ടാണ്. കാലക്രമേണ അവരുടെ ബോധത്തിന് തന്നെ മാറ്റം വരും. അപ്പോൾ അതിന് പഴകിപ്പോയാൽ ഒരു കാരണവശാലും പഴകാൻ നിർത്തരുത്. മൂക്കിൽ ജലദോഷത്തിന് കഫവും വാസനയുണ്ടാവും. ആ വാസന വന്നു കഴിഞ്ഞാൽ രോഗം മാറിപ്പോവും. അപ്പോൾ അതിനുകൊണ്ട് മൂക്കിൽ നസ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിഷ്പ്രയാസം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ രോഗം വരാൻ കാരണങ്ങളും ആ കാരണവശങ്ങളും നമ്മളിപ്പോൾ ഇതിനോട് സംസാരിച്ചു. അത് ആർക്കെങ്കിലും നിങ്ങളെ പരിധിയിൽപ്പെട്ട ആർക്കെങ്കിലും ഇങ്ങനെയൊരു കംപ്ലയിൻറ്റ് വന്നാൽ നേരെ നമ്മൾ ഫോൺ നമ്പർ അടിയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും.